ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 18 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 91 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. BJP വിത്ത് സഖ്യത്തിന് ഏറെ നിർണായകമായ പടിഞ്ഞാറൻ യുപിയും ഇതിൽ പെടുന്നുണ്ട്. മാവോയിസ്റ്റ് മേഖലകളിൽ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 23-നാണ്. 91 ലോക്സഭാ മണ്ഡലങ്ങൾ, 1279 സ്ഥാനാർത്ഥികൾ, 1 ലക്ഷത്തിലധികം പോളിംഗ് സ്റ്റേഷനുകൾ, 14 കോടിയിലധികം വോട്ടർമാർ എന്നിങ്ങനെയാണ് 17ാം ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പോരാട്ട ചിത്രം. അരുണാചൽ പ്രദേശിലെ പ്രധാന സ്ഥാനാർത്ഥികൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു, BJP സംസ്ഥാന അധ്യക്ഷൻ തബീർ ഗൗ, കോൺഗ്രസ് നേതാവ് നബാം തുക്കി എന്നിവരാണ്. ജനസേന നേതാവും CBI മുൻ ഉദ്യോഗസ്ഥനുമായ VV ലക്ഷ്മണ നാരായണ, മുൻ കേന്ദ്രമന്ത്രി അശോക് ഗജപതി, രാജു എന്നിവരാണ് ആന്ധ്രയിലെ പ്രധാന സ്ഥാനാർത്ഥികൾ. അസം മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയുടെ മകൻ ഗൗരവ് ഗൊഗോയ്, ബീഹാർ മുൻ മുഖ്യമന്ത്രി ജിതിൻ റാം മഞ്ചി, കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാന്റെ മകൻ ചിരാഗ് പസ്വാൻ, AIAM നേതാവ് അസറുദ്ദീൻ ഒവൈസി എന്നിവരുടെ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. നാഗ്പൂരിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരെ കോൺഗ്രസിന്റെ നാനാ പടോൽ കനത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഗാസിയാബാദിൽ കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച VK സിംഗിനെതിരെ SP, BSP, RLD സഖ്യം ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത്. കേന്ദ്രമന്ത്രി മഹേഷ് ശർമ്മ, RLD നേതാവ് അജിത് സിംഗ് മകൻ ജയന്ത് ചൗധരി, SP നേതാവ് തബസും ഹസൻ എന്നിവരാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ. മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ബസ്തറിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. 7 ഘട്ടങ്ങളായാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത്. 2019 ഏപ്രിൽ 11 തുടങ്ങി മെയ് 19 തിരഞ്ഞെടുപ്പ് അവസാനിക്കും. 3ാം ഘട്ടത്തിലാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അത് ഏപ്രിൽ 23-നാണ്. ഫലമറിയാൻ 1 മാസം മലയാളി കാത്തിരിക്കേണ്ടി വരും. മെയ് 23-ാം തീയതി ഉച്ചയാകുമ്പോഴാണ് ഫലം വരുന്നത്. അങ്ങനെ 5 വർഷക്കാലം രാജ്യത്തെ ആരു നയിക്കുമെന്നറിയാം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം പറയുന്ന സിനിമയുടെ റിലീസും നരേന്ദ്രമോദിയുടെ ചാനലായ നമോ TVയുടെ സംരക്ഷണവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെയാണ് വിലക്ക്. വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തിരിക്കുന്നത്. വിവേക് ഒബ്രോയ് മോദിയായെത്തുന്ന PM നരേന്ദ്രമോദി എന്ന സിനിമ നാളെയാണ് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ നേതാക്കളുടെ ജീവിതം പറയുന്ന സിനിമ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും പെരുമാറ്റച്ചട്ട ലംഘനത്തിന് ഇടയാക്കുകയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റിലീസ് തടഞ്ഞിട്ടുള്ളത്. ഭരണഘടനയുടെ 324-ാം അനുച്ഛേദ പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചാണ് നടപടി. PM നരേന്ദ്രമോദിക്ക് പുറമെ NTR ലക്ഷ്മി, ഉദ്യമസിംഹം എന്നീ സിനിമകളുടെ റിലീസും തടഞ്ഞു. TVയിലൂടെയും മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും പ്രദർശിപ്പിക്കുന്നതും തടഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്കും നമോ TVക്കുമെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പരാതിപ്പെട്ടിരുന്നു. PM നരേന്ദ്രമോദി സിനിമയുടെ റിലീസിനെതിരായ ഹർജി തള്ളിയ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് നിർദ്ദേശിച്ചത്. മോദിയെ അവതരിപ്പിക്കുന്ന വിവേക് ഒബ്രോയ് BJPയുടെ താരപ്രചാരകനാണ്. നമോ TVക്ക് കേന്ദ്ര സർക്കാരുമായി ബന്ധമില്ലെന്നാണ് വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ നിലപാട്. നമോ TVയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. എല്ലാ പരാതികളും അന്വേഷിക്കാൻ കമ്മീഷൻ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ കൊഴുക്കുകയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് രംഗം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.